എവിടെ മനസ്സ് ഭയരഹിതമായിരിക്കുന്നുവോ, എവിടെ ശിരസ് ഉയർന്നു തന്നെ ഇരിക്കുന്നുവോ, എവിടെ വിദ്യ വിജ്ഞാനം സ്വതന്ത്രമായിരിക്കുന്നുവോ, എവിടെ ഇടുങ്ങിയ മതിലുകളാൽ ലോകം കഷ്ണങ്ങളായി മുറിക്കപ്പെട്ടിട്ടില്ലയോ, എവിടെ വാക്കുകൾ സത്യത്തിന്റെ ആഴങ്ങളിൽ നിന്ന് പുറപ്പെടുന്നു. ഈ വേദിയെ അലങ്കരിക്കുന്ന വിശിഷ്ട അതിഥികളെ, പ്രിയ ബഹുമാനമുള്ള അധ്യാപകരെ, അനധ്യാപകരെ, പ്രിയ മാതാപിതാക്കളെ, കുഞ്ഞുമക്കളെ, ഈ ഒരു സുദിനത്തിന്റെ എല്ലാവിധമായ പ്രാർത്ഥനാശംസകളും ആദ്യമേ തന്നെ നേർന്നുകൊള്ളട്ടെ. ഒന്ന് ശ്രദ്ധിച്ചാൽ രണ്ട് ആലയങ്ങളുടെ സമ്മേളനമാണ് നമ്മൾ ഇരിക്കുന്ന ഈ ഒരു മുറ്റം. ഒരു വശം ദേവാലയം, മറുവശത്ത് വിദ്യാലയം. ദൈവത്തെ കാണണമെന്ന ആഗ്രഹവുമായി ദേവാലയത്തിൽ കയറി ചെല്ലുന്ന അതേ ഭക്തിയോടെ നമ്മൾ കയറി ചെല്ലേണ്ട ഇടം കൂടിയാണ് നമ്മുടെ വിദ്യാലയവും. ഭാരതീയ സംസ്കാരത്തിൽ ഈ ഇടത്തെ വിദ്യാക്ഷേത്രം എന്ന് വിളിക്കുന്നത് വെറുതെയല്ല. ഒരു വിശുദ്ധ സ്ഥലം പോലെ അവിടെ സത്യാന്വേഷണം ആരാധനയായി കരുതപ്പെട്ടിരുന്നു ഒരു കാലത്ത്. ഇന്ത്യയുടെ മഹാകവി രവീന്ദ്രനാഥ ടാഗോറിന്റെ ഗീതാഞ്ജലിയിൽ ഒരു വിദ്യാലയം കേവലം അറിവ് പകർന്നു നൽകുന്ന ഇടമല്ല, മറിച്ച് മനുഷ്യന്റെ ആത്മാവിനെ സ്വതന്ത്രമാക്കുന്ന ഇടമാണെന്ന് ഓർമ്മിപ്പിക്കുന്നു. ദേവാലയം ഓർമ്മിപ്പിക്കുന്ന അതേ കാര്യം. എവിടെ മനസ്സ് ഭയരഹിതമായിരിക്കുന്നുവോ, എവിടെ ശിരസ് ഉയർന്നു തന്നെ ഇരിക്കുന്നുവോ, എവിടെ വിദ്യ വിജ്ഞാനം സ്വതന്ത്രമായിരിക്കുന്നുവോ. ഈ കവിത കേവലം ഒരു പ്രാർത്ഥനയല്ല, മറിച്ച് ഒരു ജനതയ്ക്കും വിദ്യാലയത്തിനും ഉണ്ടാകേണ്ട ആത്മീയവും ബൗദ്ധികവുമായ സ്വാതന്ത്ര്യത്തിന്റെ പ്രഖ്യാപനമാണ്. ഇതിൽ ടാഗോർ എടുത്തു പറയുന്ന ഒരു പ്രയോഗമുണ്ട്: സ്വാതന്ത്ര്യത്തിന്റെ ആ സ്വർഗം, ഹെവൻ ഓഫ് ഫ്രീഡം. വിദ്യാലയം എന്നത് അറിവിന്റെ തടവറയല്ല, മറിച്ച് കുട്ടിയെ സ്വാതന്ത്ര്യത്തിലേക്ക് നയിക്കുന്ന സ്വർഗമാകണം എന്നതാണ്. ഒരു പൂർവ്വ വിദ്യാർത്ഥിനി എന്ന നിലയിൽ നിങ്ങളുടെ മുൻപിൽ ആയിരിക്കാനാണ് ഞാൻ ഇഷ്ടപ്പെടുന്നത്. കാരണം ഒരു 25-26 വർഷങ്ങൾക്ക് മുൻപ് 7ാം ക്ലാസ്സിൽ ഈ വിദ്യാലയത്തിൽ പഠിക്കുമ്പോൾ ഒരു സ്കൂൾ ലീഡർ എന്ന നിലയിൽ ഒരു ഓഗസ്റ്റ് 15-ന് സ്വാതന്ത്ര്യദിന സന്ദേശം പറയുവാനായിട്ട് അന്നത്തെ സ്റ്റേജ് അവിടെയായിരുന്നു. ആ ഒരു സ്റ്റേജിൽ എന്നെ പഠിപ്പിച്ചൊരുക്കി എൻ്റെ അധ്യാപകർ കയറ്റിവിടുകയാണ്. ഇത്തിരി ഭയത്തോടും ചങ്കിടിപ്പോടും കൂടെ ഞാൻ ആ ഒരു സ്റ്റേജിലേക്ക് കയറി ചെല്ലുന്നു. പക്ഷേ ആത്മവിശ്വാസത്തോടെ ആ സ്റ്റേജ് വിട്ട് പുറത്തു വരുന്ന ഒരു പെൺകുട്ടിയാണ് ഞാൻ ഇന്ന് ഓർത്തു പോകുന്നത്. കാരണം അറിവ് നൽകിയ ഒരു വിദ്യാലയം മാത്രമായിരുന്നില്ല ഈ ഒരു വിദ്യാലയം എന്ന് പറയുന്നത്. മറിച്ച് ജീവിതത്തിന്റെ ഏത് സാഹചര്യത്തിലും ആത്മധൈര്യത്തോടും ആത്മവിശ്വാസത്തോടും കൂടെ പിടിച്ചു നിൽക്കുവാൻ എനിക്ക് ധൈര്യം നൽകിയ, ഒരു ഉറപ്പ് നൽകിയ, ഒരു ആത്മവിശ്വാസം നൽകിയ, പ്രചോദനം നൽകിയ എല്ലാമായിരുന്നു എൻ്റെ വിദ്യാലയം എന്ന് പറയുന്നത്. ഞാൻ 7ാം ക്ലാസ് വിട്ട് 8ാം ക്ലാസ്സിലേക്ക് മറ്റൊരു വിദ്യാലയത്തിലേക്ക്, നമ്മുടെ ഉണ്ടൻകോട് സ്കൂളിലേക്ക് പോകുമ്പോൾ എനിക്ക് ലഭിച്ചിരുന്നത് ഒരു പ്രത്യേക പരിഗണനയായിരുന്നു. അത് പല കുട്ടികളും എന്നോട് ഷെയർ ചെയ്തിട്ടുണ്ട്. കാരണം നമ്മുടെ പെരുമാറ്റം കൊണ്ട് തന്നെ അവർ നമ്മളെ അറിയുന്നു എന്നാണ്. ഈ കുട്ടി ഓൾ സെയിൻസ് സ്കൂളിൽ നിന്ന് പഠിച്ചു വന്ന കുട്ടിയാണ് എന്ന് നമ്മുടെ പെരുമാറ്റം കൊണ്ട് തന്നെ മറ്റധ്യാപകർ അവിടെ നമ്മളെ ഐഡന്റിഫൈ ചെയ്യുന്നു എന്നുള്ളതാണ്. പിന്നെ മറ്റൊരു സ്കൂളിനും കിട്ടാത്ത ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, നമ്മുടെ അയൽപ്പക്കത്ത് ഒരുപാട് സ്കൂളുകളുണ്ട്. ഒരു പക്ഷേ എൻ്റെ മുൻപിൽ ഇരിക്കുന്ന ഓരോ മാതാപിതാക്കളും ആശങ്കപ്പെടുന്നുണ്ടാകും ചിലപ്പോൾ, കുറച്ചുകൂടെ ഫെസിലിറ്റീസ് ഉള്ള നല്ല സ്കൂളുകളിലേക്ക് എൻ്റെ മക്കളെ അയച്ചുകൂടായിരുന്നോ എന്ന്. പക്ഷെ നിങ്ങൾ ഒരിക്കലും വിഷമിക്കേണ്ട. കാരണം എനിക്കൊക്കെ പറയുവാനുള്ളത്, ഇവിടെ നിന്ന് കിട്ടുന്ന, നമ്മുടെ കുട്ടികൾക്ക് കിട്ടുന്ന ആ ഒരു
സ്വഭാവ രൂപീകരണത്തിലും വ്യക്തിത്വ രൂപീകരണത്തിലും നമ്മുടെ മക്കൾക്ക് ഇവിടെ നിന്ന് കിട്ടുന്ന അത്ര ആ ഒരു സമ്പത്ത് ഒരു സ്കൂളിൽ നിന്ന് നമുക്ക് സ്വന്തമാക്കാനായിട്ട് പറ്റില്ല. കാരണം നമ്മുടെയൊക്കെ സിസ്റ്റേഴ്സിന്റെ സാരി തുമ്പിൽ പിടിച്ച് കളിച്ചും പഠിച്ചുമൊക്കെ വളർന്നവരാണ് നമ്മൾ. അതുകൊണ്ട് തന്നെ എല്ലാ നിലയിലും ഉയർന്നു നിൽക്കുവാനായിട്ട് നമ്മളെ ഈ ഒരു വിദ്യാലയം നമ്മുടെ കുട്ടികളെ പ്രാപ്തരാക്കുമെന്നതിൽ സംശയം വേണ്ട. അവസാനമായി ഒരു കാര്യം കൂടെ ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ്, പ്രത്യേകിച്ച് മാതാപിതാക്കളോട്. ഞാൻ നേരത്തെ പറഞ്ഞ 2 വാക്കുകൾ